തടസ്സമില്ലാതെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ഈ ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്നുള്ളത് പറഞ്ഞാൽ എവിടെയെങ്കിലും ജനങ്ങൾക്ക് സുഖിക്കാൻ പോകാൻ വേണ്ടിയല്ല, ജീവിക്കാൻ ഉപജീവന മാർഗം കണ്ടെത്താനുള്ള അവസരം പോലും തടയപ്പെടുന്ന സാഹചര്യമാണ്. പുതുപ്പണം പാലയാട്ട് നട ഹൈവേ ക്രോസ് അടിപ്പാത സമരസമിതിയുടെ നേതൃത്വത്തിൽ പാലയാട്ട് നടയിലെ യാത്രാ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസക്കാലമായി തുടർന്നു വരുന്ന റിലേ സത്യാഗ്രഹ സമരത്തിന് ശക്തി പകർന്ന സ്വാതന്ത്ര്യദിനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. പാറക്കൽ അബ്ദുള്ള MLA സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും അനിവാര്യമായ ദേശീയപാത ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്ക് ഞാൻ എതിരല്ല. എന്നാൽ വികസനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായും തടസ്സമില്ലാതെയും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. നിർമ്മാണത്തിന്റെ പേരിൽ ഈ അവകാശം ഹനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒരു മനുഷ്യ മതിലായാണ് ഇവിടെ ഈ സമരം മാറിയിട്ടുള്ളത്. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളിന്നിപ്പോ 80ാം വാർഷികമാണ് സ്വാതന്ത്ര്യ പുലരിയുടെ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്ത് പോരാടി ഈ നാട്ടിന് സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തത് നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം കൂടി നമുക്ക് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ഇപ്പൊ കാലങ്ങളായി, ഇപ്പൊ മാത്രമല്ല നേരത്തെ ഇവിടെ വിഷയങ്ങളാണ്, ഈ പ്രദേശത്ത് എപ്പോഴും പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 8ഓളം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. മരണങ്ങൾ, 8ഓളം മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ബ്ലാക്ക് സ്പോട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായും നമുക്കിവിടെ ഈ അടിപ്പാത നിർമ്മിച്ച് കിട്ടിയേ മതിയാകൂ എന്ന നിലയിൽ നിങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഒരു സമരം ഒരു താൽക്കാലിക ആവേശമായി പോകരുത്. റോഡിന്റെ പണി കഴിഞ്ഞാൽ പിന്നീട് കാലകാലം നമ്മൾ ഈ 2 കുട്ടികൾക്ക് മക്കൾക്ക് പഠിക്കാൻ പോകാൻ അവസരം നിഷേധിക്കുന്നു. അപ്പുറത്ത് നമുക്ക് തീരദേശവുമായി ബന്ധപ്പെടാൻ പരസ്പരം ഒരു നാട് വെട്ടിമുറിക്കുന്ന വിധി വികസനവുമായി ബന്ധപ്പെട്ട അത്തരം വിഷയങ്ങളിലൊക്കെ നമ്മളേറെ സഹിച്ചവരും സഹിക്കേണ്ടവരുമാണ്. പക്ഷെ അതിന് അനുബന്ധമായി നമുക്കിവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ അസൗകര്യമുണ്ടാകുമ്പോൾ സാധ്യമാകുന്ന സഹായം അത് മാത്രമാണ് നമ്മളിപ്പോ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. അസാധ്യമായതല്ല. ഇവിടെ പല പ്രദേശങ്ങളിലും നമുക്കറിയാം, ഈ ദേശീയപാതയിൽ തന്നെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തയിടത്തും അടിപ്പാത ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അഴിയൂരേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇത് വളരെ നിർബന്ധമാണ്. ഇതുപോലെ നമ്മുടെ മുക്കാളി ഹാർബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിപ്പാതയുടെ സമരം അവിടെ നടക്കുകയാണ്. ഈ ജനങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്നുള്ളത് പറഞ്ഞാൽ എവിടെയെങ്കിലും ജനങ്ങൾക്ക് സുഖിക്കാൻ പോകാൻ വേണ്ടിയല്ല, ജീവിക്കാൻ ഉപജീവന മാർഗം കണ്ടെത്താനുള്ള അവസരം പോലും തടയപ്പെടുന്ന സാഹചര്യമാണ് ഈ ഒരു അവസ്ഥാവിശേഷം കൊണ്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ അതിശക്തമായി ഇപ്പോ ഇതിന്റെ റീജിയണൽ ഓഫീസറെ, ഇതിന്റെ HMന്റെ തിരുവനന്തപുരത്താണ്. അദ്ദേഹത്തെ കാണാനും നിങ്ങളുടെ പ്രതിനിധികൾ എപ്പോഴാണോ വരുന്നത് നമുക്ക് ഒരുമിച്ച് തിരുവനന്തപുരത്ത് പോകാൻ MLA എന്ന നിലയിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ മഴ വരികയാണ്. സമരസമിതി ചെയർപേഴ്സൺ PK സിന്ധു അധ്യക്ഷയായി. നമ്മുടെ പാലയാട്ട് നടയിൽ ഹൈവേ ക്രോസ് അണ്ടർപാസ് നിർമ്മിക്കുക എന്ന ആവശ്യവുമായി നമ്മൾ തുടങ്ങിയിട്ട് ഈ ഒരു സമരം ഇന്നേക്ക് 27 ദിവസം പിന്നിട്ടിരിക്കുകയാണ്.
നമുക്കറിയാം NH വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശവാസികൾ ഒട്ടനവധി പ്രയാസങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ പാലിയാട്ടുനട പ്രദേശത്ത് 1600ഓളം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ JNM ഹൈസ്കൂൾ, അതുപോലെ തന്നെ ഒരുപാട് ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ പാലിയാട്ടുനട. എന്നാൽ ഇന്ന് NH വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശം രണ്ടായി മുറിച്ചു മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. തുടക്കം നമ്മുടെ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്. എന്നാലും നമ്മൾ അറിയുന്നതിനനുസരിച്ച് പ്രവൃത്തി തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് നമ്മൾ അണ്ടർപാസ് അടക്കമുള്ള നിവേദനങ്ങൾ MP ഒക്കെ കൊടുത്തിരുന്നു. എന്നാൽ നമുക്ക് അത് സാധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ട് അണ്ടർപാസ് നിർമ്മിക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കൺവീനർ ഫസലു പുതുപ്പണം സ്വാഗതം പറഞ്ഞു. ഈ സമരത്തിന്റെ ഭാഗമായി ഐതിഹാസികപരമായ ഒരു സമരം മനുഷ്യച്ചങ്ങല തീർത്തിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ പ്രദേശത്തെ ഏക ദുരിതത്തിലും ആശങ്കയിലുമാക്കിയിട്ടുള്ള ഈ ദേശീയപാത 66 വികസനത്തിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം. ഈ നാട്ടുകാർ മൊത്തം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നടത്തുന്ന ഈ സമരത്തിന്റെ ഉദ്ദേശം നമ്മുടെ ഈ പ്രദേശത്ത് വടകരയിൽ നിന്ന് ഈ തെക്ക് ഭാഗത്തോട്ട് 5 കിലോമീറ്റർ അകലത്തിൽ നിൽക്കുന്ന ഈ പ്രദേശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യപ്പെട്ട MLA-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഈ മേഖലയെങ്കിലും ഈ മേഖലയിൽ നിന്ന് ഈ കവലയിൽ നിന്ന് 1/4 കിലോമീറ്റർ മാത്രം മാറിപ്പോകുന്ന ആ മൂപ്പരുടെ പരിധി കുറ്റ്യാടി നിയോജക മണ്ഡലമാണ്. ആ പരിധിയിൽപ്പെട്ട MLA-ആണ് നമ്മുടെ ഇന്നത്തെ ഈ മനുഷ്യച്ചങ്ങല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, ഈ പ്രദേശത്ത് നിന്ന് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ ഒരു പഞ്ചായത്താണ് മണിയൂർ പഞ്ചായത്ത്. അവിടെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള ജനങ്ങൾക്കും കൂടി പതിറ്റാണ്ടുകളായി 10,000-കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഈ പാത ദേശീയപാത 66 വികസനത്തെ തുടർന്ന് വളരെ ആശങ്കയിലും പ്രയാസത്തിലുമായിരിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തുള്ള ഈ 5 കിലോമീറ്റർ സർക്കിളിൽ വരുന്ന ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് JNM ഹൈസ്കൂൾ. അവിടെ പഠിക്കുന്ന 1600ഓളം കുട്ടികളെ വിദ്യാഭ്യാസത്തിനും അവരെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളുടെ ആശങ്കയ്ക്കും ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ഒരാവശ്യം. രണ്ടാമത്, ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗം സ്ഥിതി ചെയ്യുന്ന ഈ റെയിൽപാളത്തിന്റെയും ഈ ദേശീയപാതയുടെ ഇടയിലേക്ക് വരുന്ന ഈ പ്രദേശം അയൽപക്ക ബന്ധങ്ങൾ സൂക്ഷിച്ചു പോന്നിരുന്ന ഒരു പ്രദേശം അതിന് തീർത്തും ഒറ്റപ്പെട്ട ഒരു തുരുത്തിൽപ്പെട്ട സാഹചര്യം നിലകൊള്ളുകയാണ്. അതിനൊരു പരിഹാരം വേണമെന്നും ആ ഒരു സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തി അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കണമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ റെയിലിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആളുകൾക്ക് ഏറ്റവും അടുത്ത ആക്സസ് ആയിരുന്നു ഈ ദേശീയപാതയിലെത്താനും അവർക്ക് ഈ ദേശീയപാത ബസ് റൂട്ടുകളൊക്കെ ഉപയോഗിക്കാനും ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നത് തീർത്തും അന്യം നിൽക്കുന്ന രീതിയിൽ ആ പ്രദേശത്തുകാർക്ക് പോലും കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ടുന്ന സമയം ഒരുപാട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതിനൊരു പരിഹാരം വേണമെന്നുമുള്ളത് ഈ സമരത്തിന്റെ പ്രത്യേകതയാണ്. MP അബ്ദുൽ കരീം, നല്ലാടത്ത രാഘവൻ, ബാബുരാജ് MK, ദിലീപൻ VK, രജില TP, അജിത, CK സജീർ, ഫൈസൽ പുളിക്കൽ എന്നിവർ ആശംസ നേർന്നു. പവിത്രൻ PM നന്ദി രേഖപ്പെടുത്തി.